+1 ബയോളജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടണിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഈസ് കോമൺലി നോൺ ആസ് ബ്രൗൺ ആൽഗെ. ഇതൊക്കെ 2023-24 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫൈൻ ഗ്ലൈക്കോളിസിസ് അതെവിടെയാണ് നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ 2023-24 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് C3 ആൻഡ് C4 പ്ലാന്റ്സ് ഇതൊക്കെ 2023-24 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അനാട്ടമി ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ലീഫിൻ്റെയൊക്കെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സൊക്കെ പഠിച്ചിട്ട് വരണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, ടെലോഫേസ് അതിൻ്റെ ഫീച്ചേഴ്സും അത് ടേക്സ് പ്ലേസ് എവിടെയെന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഈ പ്ലാന്റ്സ് ഹോർമോൺസിൻ്റെ ഓക്സിൻസും എത്തിലീനൊക്കെ പഠിച്ചിട്ട് പോകണം. ഇത് 2023-24 ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആണ്, എന്തായാലും പഠിച്ചിട്ട് പോകണം. പിന്നെ ഇത് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം. ഇതിൻ്റെ A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണെന്നൊക്കെ ചോദിക്കും. പിന്നെ സെല്ലിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഇത് 2022-23 ചോദിച്ചിട്ടുണ്ട്. 24 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, ഈ വർഷം പ്രതീക്ഷിക്കാം. പിന്നെ ഐഡൻറ്റിഫൈ ദിസ് ബ്രയോഫൈറ്റ് അതിൻ്റെ ലേബൽ പാർട്ട് അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കും. ഇതിൻ്റെ പേരെന്താണ്, ഇതൊക്കെ എന്താണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ ബോട്ടണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൂളജി ചോദിക്കാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേസ് മേക്കർ ഓഫ് ഹാർട്ടിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. 2022-23 ചോദിച്ചിട്ടുണ്ട്. ഈ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. Name the tissue that attacks pacemaker in human heart. What is the significance of pacemaker in functioning of heart? ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്, എന്തായാലും പഠിച്ചിട്ട് പോകണം. പിന്നെ ടൈഡൽ വോളിയം, റെസിഡൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും കേട്ടോ. പിന്നെ റൈറ്റിന് ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്റ്റിക് ആൻഡ് കോൺട്രിക്റ്റൈൽസ്. പിന്നെ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു പോളിപെപ്റ്റൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ് ഇതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ചോദിക്കും. ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡിൻ്റെ, പ്രൈമറി മെറ്റാബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റാബോളൈറ്റിൻ്റെ, പിന്നെ ലൈഗേസസ് ആൻഡ് റൈസസും, സൈസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോളും, പ്ലാസ്മ. ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ സൈനോവി ജോയിൻസിൻ്റെയൊക്കെ ടൈപ്സ് ചോദിക്കും കേട്ടോ. റൈറ്റ് എനി 2 ടൈപ്സ് ഓഫ് സൈനോവി ജോയിൻസ് അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ അതിൻ്റെ ഐഡൻറ്റിഫൈ ഇറ്റ്സ് ലൊക്കേഷൻ അങ്ങനെ. പിന്നെ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്സ്, അമിനോ ആസിഡിൻ്റെയൊക്കെ സ്ട്രക്ചർ വരയ്ക്കാനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ECGയുടെ ക്വസ്റ്റ്യൻ അത് റിപ്പീറ്റഡ് ആണ്. നിങ്ങൾക്കുണ്ടാകുന്ന എനിക്കറിയത്തില്ല, കാരണം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. 2021, 22, 23 റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ECGയുടെ ക്വസ്റ്റ്യൻ. അതിന് എക്സ്പാൻഷൻ ഓഫ് ECG, പിന്നെ വാട്ട് ടു P ആൻഡ് QRS കോംപ്ലക്സ് ഇൻഡിക്കേറ്റ് ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഈ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ ചോദിക്കും. അതിൻ്റെ 3 കണ്ടീഷൻസ് ഒക്കെ ചോദിക്കും. ഇത് 2023-22 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോട്ടണിയുടെയും സുവോളജിയുടെയൊക്കെ റിപ്പീറ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇതൊക്കെ നിങ്ങളെല്ലാം പഠിച്ചിട്ടോണം. ഇത് മാത്രം പഠിക്കുന്നതല്ല, നിങ്ങളുടെ നോട്ടിലുള്ളതും എല്ലാം പഠിക്കണം. ഇത് വിട്ട് കളയരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിൽ. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.